ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ +1 അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പാർട്ട് 2-ൽ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെന്ന് കാണുക, എന്നാൽ മാത്രമാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്ത ക്ലാസ്സിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് നോക്കാം, എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ആ ക്വസ്റ്റ്യൻ എടുത്ത് വയ്ക്കുക, ഞാൻ പറയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കുക, എൻ്റെ കൂടെ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അതാണ് ദ ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത്. ഇത്രയും ഈ കാര്യങ്ങളുടെ ഒക്കെ എമൗണ്ട്, ഇത്രയും പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ഒക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ പറ്റുള്ളൂ. ബാലൻസ് ഷീറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അസറ്റ് സൈഡും ഉണ്ടാവും, ലയബിലിറ്റി സൈഡ് ഉണ്ടാവും, രണ്ടും ഈക്വൽ ആയിരിക്കണം. നമ്മൾ ആൻസറുകളൊക്കെ ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് നമുക്ക് എന്തായിരിക്കണം, രണ്ട് സൈഡും നമുക്ക് ഈക്വൽ എമൗണ്ട് കിട്ടണം. അതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ എമൗണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ അത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ എഴുതുക. കാരണം അതിൻ്റെ കൂടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ അത് ലാസ്റ്റിലേക്ക് വെക്കും. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നോക്കാം. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/3/2012. ലയബിലിറ്റി സൈഡും ഉണ്ട്, എമൗണ്ടും ഉണ്ട്, അസറ്റ് സൈഡും ഉണ്ട്, എമൗണ്ടും ഉണ്ട്. ഇനി ഫസ്റ്റ് ലയബിലിറ്റി സൈഡിൽ നമുക്ക് നോക്കാം എന്താ വരിക. സൺട്രി ക്രെഡിറ്റേഴ്സ് എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ ലയബിലിറ്റി സൈഡിലേക്ക് എഴുതുക. സൺട്രി ക്രെഡിറ്റേഴ്സ്, അതിൻ്റെ എമൗണ്ട് നേരെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം നമ്മൾ എവിടെ എഴുതുക, ഔട്ടർ കോളത്തിലേക്ക് എമൗണ്ട് എഴുതുക. അതുപോലെ തന്നെ നമ്മൾ നോക്കുക, ബാങ്ക് ലോൺ കിടക്കുന്നുണ്ട് ക്വസ്റ്റ്യനിൽ, ബാങ്ക് ലോൺ എടുത്ത് എഴുതുക. ലയബിലിറ്റി സൈഡിലേക്ക് എമൗണ്ടും ഔട്ടർ കോളത്തിൽ എഴുതുക. ഇനി നോക്കുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് കിടക്കുന്നുണ്ട്. അതെവിടെയാണ് വരിക, ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ലയബിലിറ്റി സൈഡിലാണ് വരിക. അതും നമ്മൾ എഴുതുക എവിടെ, നമ്മുടെ ഔട്ടർ കോളത്തിലേക്ക് എമൗണ്ട് എടുത്തിട്ട് എഴുതാം. 700 rupees നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. പിന്നെ നമുക്ക് വരുന്നത് ഫർണിച്ചർ വരുന്നുണ്ട്. ഫർണിച്ചർ എവിടെയാണ്, ഫർണിച്ചർ ഒരു അസറ്റാണ്. നമുക്ക് ആ അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അസറ്റ്സ് അക്കൗണ്ടിൽ തന്നെ എഴുതണം. അപ്പോൾ അവിടെ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് ഇന്നർ കോളത്തിലാണ് നമ്മൾ എമൗണ്ട് എഴുതേണ്ടത്. കാരണം എന്തുകൊണ്ടാണ്, നമുക്ക് അവിടെ ഡിപ്രീസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഒരു 90 രൂപയുണ്ട് നമ്മൾ കണ്ടുപിടിച്ചത്. അത് നമ്മൾ കുറച്ചിട്ട് വേണം ബാലൻസ് ഷീറ്റിൽ എഴുതാണെങ്കിൽ. അപ്പോൾ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ലെസ് ഡിപ്രീസിയേഷൻ എന്ന് കൊടുക്കുക. എന്നിട്ട് ആ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ച ആ 90 രൂപ അവിടെ എഴുതിയിട്ട് അത് രണ്ടും അതിൽ നിന്ന് അത് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ എവിടെ എഴുതുക, ഔട്ടർ കോളത്തിലേക്ക് 810 രൂപ നമ്മൾ എഴുതുക. അതുപോലെ തന്നെ നമുക്ക് ഡിപ്രീസിയേഷൻ മെഷീനറിയിലും തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ മെഷീനറി എന്ന് എഴുതിയിട്ട് 10,000 രൂപ നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ലെസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നേരെ ഡിപ്രീസിയേഷൻ നമ്മൾ എത്ര കണ്ടുപിടിച്ച് 10,000 10% 1000 രൂപ. അപ്പോൾ ആ 1000 രൂപ കുറച്ചിട്ട് നമ്മൾ ആ എമൗണ്ട് എവിടെ എഴുതണം, ഔട്ടർ കോളത്തിൽ എഴുതണം. ഇനി നേരെ നോക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ എന്താ കിടക്കുന്നത്, ഡെപ്റ്റേഴ്സ് എടുക്കുന്നുണ്ട് അല്ലേ. ഡെപ്റ്റേഴ്സ് എവിടെയാണ് വരിക, അസറ്റ് സൈഡിലാണ് വരിക. അപ്പോൾ 7,500 രൂപ ഔട്ടർ കോളത്തിലേക്ക് നേരെ എഴുതി. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് അവിടെ അസറ്റ് സൈഡിൽ വരും, എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. അതുപോലെ തന്നെ ക്ലോസിങ് സ്റ്റോക്ക് ഉണ്ട്, നമ്മൾ അവിടെ ആദ്യം വെച്ച് ആ ക്ലോസിങ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതണം, അഡ്ജസ്റ്റ്മെൻറ്റിൽ കിടക്കുന്നത്. പിന്നെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ രണ്ട് ബാലൻസ് ഷീറ്റിൽ എഴുതും, P&L അക്കൗണ്ടിൽ എഴുതും. അപ്പോൾ അത് അഡ്ജസ്റ്റ്മെൻറ്റുകൾ എഴുതാൻ മറക്കരുത്. അപ്പോൾ ക്ലോസിങ് സ്റ്റോക്ക് എഴുതി, പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മൾ ആ 100 രൂപ നമ്മൾ എടുത്തിട്ട് എഴുതി, അസറ്റ് സൈഡ് അങ്ങനെ ഓക്കെ. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് ലയബിലിറ്റി സൈഡ് നോക്കാം. ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപിറ്റൽ എഴുതണം. ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് നമുക്ക് ആഡ് ചെയ്യാണ്ട് അതിൻ്റെ കൂടെ അല്ലേ. ക്യാപിറ്റലിൻ്റെ കൂടെ നമുക്ക് ലയബിലിറ്റി സൈഡിലാണ് വരിക എഴുതേണ്ടത്. അപ്പോൾ ഔട്ടർ കോളത്തിൽ എമൗണ്ട് എഴുതരുത്, ഇന്നർ കോളത്തിൽ എമൗണ്ട് എഴുതുക. ക്യാപിറ്റലിൻ്റെ എമൗണ്ട് 15,000 രൂപ എഴുതിയിട്ട് ആഡ് നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതാം.
നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം ക്യാപിറ്റലിൻ്റെ കൂടെ. അപ്പം അത് ആഡ് എന്ന് കൊടുത്തിട്ട് നെറ്റ് പ്രോഫിറ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച നെറ്റ് പ്രോഫിറ്റ് 860 രൂപ ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് നേരെ എടുത്ത് എഴുതാമെന്നാണ് വിചാരിക്കുക എല്ലാവരും. എഴുതരുത്, അവിടെ വെക്കണം. എന്താണ്, നമുക്ക് ഡ്രോയിങ്സ് ഉണ്ടോ നോക്കണം. എവിടെയെങ്കിലും ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ഡ്രോയിങ്സ് ഉണ്ടോ എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ ലെസ് ചെയ്യേണ്ടതാണ്. നമുക്ക് ക്യാപിറ്റലിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിൻ്റെ ഒപ്പം നമ്മൾ ലെസ് ചെയ്യേണ്ട എമൗണ്ടാണ് ഡ്രോയിങ്സ്. അപ്പം നമ്മൾ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത ആ 860 രൂപ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15,860 രൂപ കിട്ടും. ആ എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ തന്നെ എഴുതാം. ഇന്നർ കോളത്തിൽ തന്നെ എഴുതിയിട്ട് അതിൻ്റെ കൂടെ ലെസ് ഡ്രോയിങ്സ് എന്ന് എഴുതിയിട്ട് ഡ്രോയിങ്സിൻ്റെ 2,500 രൂപ എഴുതുക. എന്നിട്ട് 15,860 നിന്ന് 2,500 കുറച്ചിട്ടുള്ള എമൗണ്ടാണ് ഔട്ടർ കോളത്തിലേക്ക് എഴുതേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്യാപിറ്റൽ എമൗണ്ട് കൂടെ നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ തന്നെ എഴുതുക. എന്നിട്ട് ഇന്നർ കോളത്തിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം ലെസ് ഡ്രോയിങ്സ് എന്ന് എഴുതിയിട്ട് ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് കിട്ടിയ ആ 15,860 രൂപയിൽ നിന്ന് 2,500 കുറയ്ക്കുക. അപ്പം നമുക്ക് 13,360 രൂപ കിട്ടും. ആ എമൗണ്ടാണ് നമ്മൾ എവിടെ എഴുതേണ്ടത്, ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ടാലി ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ഓക്കെയാണ്. ഇനി നമ്മൾ ടാലി ചെയ്യുക. നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ എമൗണ്ട് ഉണ്ട്, രണ്ട് സൈഡും ഈക്വലായിട്ട് നമുക്ക് കിട്ടും. 27,410 രൂപ നമുക്ക് കിട്ടും. അത് രണ്ട് സൈഡിലും അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഈ ചാപ്റ്ററിൽ ബാഡ് ഡെപ്റ്റിൻ്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. അത് നമ്മൾ പാർട്ട് 4 ആയിട്ട് ഇടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇതിലിടാത്തത് എല്ലാം കൂടി കലർന്നിട്ടൊരു ഡൗട്ട് അടുപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഈ ക്ലാസ്സിലിടാത്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തായാലും പഠിച്ചിരിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും എക്സാമിന്. 12 to 15 മാർക്കിന് വരെ എല്ലാ പ്രാവശ്യം ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാഡ് ഡെപ്റ്റിൻ്റെയും പ്രൊഫഷൻ്റെയും ഒക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ.